ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ തലവേദനയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. SDPIയെ തള്ളാനോ കൊള്ളാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ അഭിപ്രായ പ്രകടനം നടത്താൻ കോൺഗ്രസ് രംഗത്ത് വരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. എന്നാൽ ആര് വോട്ട് തരികയാണെങ്കിലും അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് K സുധാകരൻ പറഞ്ഞു വെക്കുന്നു. ഈ വിഷയത്തിൽ നേതാക്കൾക്കിടയിൽ അഭിപ്രായ രൂപീകരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ SDPI വോട്ട് വാങ്ങുന്നുണ്ട് എന്ന് പറയാനും കോൺഗ്രസ് തയ്യാറാകുന്നില്ല. വാർത്ത പുറത്തു വന്നതോടെ കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചാണ് BJPയും LDFും രംഗത്ത് വന്നത്. വർഗീയ കക്ഷികളുമായി കൂട്ടിപ്പിടിച്ച് ഒടുവിൽ കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നാണ് LDF പറഞ്ഞു വെക്കുന്നത്. കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ പോലും നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത SDPIയുമായി കോൺഗ്രസ് ഇത്തരത്തിലൊരു കൂട്ടുകെട്ട് മുന്നണി രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിന് ദേശീയ തലത്തിൽ കിട്ടാൻ പോകുന്ന പണി ചെറുതല്ല. 2019 തെരഞ്ഞെടുപ്പിൽ SDPIക്ക് കേരളത്തിൽ 2 മണ്ഡലത്തിൽ മാത്രമാണ് 10,000-ന് മുകളിൽ വോട്ട് ലഭിച്ചത്. അതാകട്ടെ മലപ്പുറത്തും പൊന്നാനിയിലും. ഈ 2 മണ്ഡലങ്ങളിലെ ആകെ വോട്ട് 10,000-ന് മുകളിൽ. അപ്പോൾ ബാക്കി മണ്ഡലങ്ങളിൽ അതിലും കുറവ്. എന്നാൽ ഈ നേരിയ വോട്ടുകൾക്ക് വേണ്ടി SDPIയുമായി കോൺഗ്രസ് കൈകോർക്കുമ്പോൾ ഇത് കോൺഗ്രസിന് തന്നെ വിനയാകാനാണ് സാധ്യത കാണുന്നത്. കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ കാഴ്ചപ്പാടുകളാണ് ഇത്തവണ തങ്ങൾ കോൺഗ്രസിനെ പിന്തുണക്കാൻ കാരണമെന്നാണ് SDPI നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ചാവക്കാട്ടെ പുന്ന നൌഷാദിന്റെ കൊലപാതക കഥകൾ ഉൾപ്പെടെ SDPIയുടെ പഴയകാല ചരിത്രങ്ങൾ കുത്തിപ്പൊക്കി CPIMും BJPയും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ SDPIയെ കോൺഗ്രസ് തള്ളിപ്പറയുമോ അതോ കൈകോർക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.